പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഈ വർഷത്തെ നമ്മുടെ സ്കൂൾ പ്രവേശനോത്സവവും തുടർന്നുള്ള ക്ലാസ്സുകളുമെല്ലാം ഗൂഗിൾ മീറ്റ് വഴിയാണ് നടക്കുക എന്ന് കേട്ടിട്ടുണ്ടാകുമല്ലോ. പല ആളുകൾക്കും ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കാൻ അറിയുന്നുണ്ടാകും, എന്നാൽ ചില ആളുകൾക്ക് ഗൂഗിൾ മീറ്റ് എന്താണെന്ന് അറിയുന്നുണ്ടാവില്ല. അവർക്ക് വേണ്ടി എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കുക എന്നുള്ളതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറോ പ്ലേ സ്റ്റോറിൽ പോയിട്ട് നമുക്ക് മീറ്റ് ഗൂഗിൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മീറ്റ് എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വരും മീറ്റ് ഗൂഗിൾ. ഗൂഗിൾ മീറ്റ് അവിടെ വന്നു. നമുക്ക് ഇൻസ്റ്റാൾ എന്നുള്ള അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇൻസ്റ്റാൾ ആവാൻ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യാം. ഓപ്പണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇമെയിൽ ID കൊടുക്കാൻ വേണ്ടി ഇവിടെ ആവശ്യപ്പെടും. ഇനി ഇമെയിൽ ഇല്ലാത്ത ആളുകൾ, അവർക്ക് ഇമെയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താലോ ഒക്കെ സാധിക്കും. അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഞാൻ മൊബൈലിലുള്ള ഇമെയിലുകളാണ് ഇവിടെ കാണുന്നത്. അതിൽ നിന്ന് ഞാനൊരു ഇമെയിൽ ID സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കാണും, വെൽക്കം ടു മീറ്റ്. നമുക്ക് കണ്ടിന്യൂ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ അലോ മീറ്റ് ടു ടേക്ക് പിക്ചേഴ്സ് ആൻഡ് റെക്കോർഡ് വീഡിയോസ്, നമുക്ക് ഇവിടെ അലോ എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഗൂഗിൾ മീറ്റ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ രണ്ട് കാര്യങ്ങൾ കാണാം. ഒന്ന് ന്യൂ മീറ്റിംഗ് എന്ന് കാണാം, ജോയിൻ വിത്ത് എ കോഡ് എന്നുള്ളത് കാണാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഗൂഗിൾ മീറ്റിൻ്റെ ക്ലാസ് നമുക്ക് അറ്റൻഡ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ജോയിൻ വിത്ത് എ കോഡ് എന്നുള്ളത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്താൽ ഇതാ ഇങ്ങനെയാണ് കാണുക. ഇവിടെയാണ് നമ്മളിതിൻ്റെ ഗൂഗിൾ മീറ്റിൻ്റെ എൻ്റർ ദ കോഡ് പ്രൊവൈഡഡ് ബൈ ദ മീറ്റിംഗ് ഓർഗനൈസർ എന്ന് കാണും. അപ്പോൾ ഇവിടെ നമ്മളതിൻ്റെ കോഡ് ഇവിടെയാണ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. കോഡ് നമുക്ക് എങ്ങനെ കിട്ടുക? ഇപ്പോൾ നമുക്ക് നമ്മളെ വാട്സപ്പിലൂടെയോ ഇമെയിലൂടെയോ ഒക്കെ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്കൂളിലാണെങ്കിൽ അധ്യാപകർ നിങ്ങൾക്കൊരു കോഡ്, ഒരു ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടാകും ഗൂഗിൾ മീറ്റിൻ്റെ. അത് നിങ്ങൾ കോപ്പി ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ അത് പിന്നെ നോക്കിയിട്ട് അതുപോലെ ടൈപ്പ് ചെയ്യുക. ഇങ്ങനെ 10 ലെറ്റേഴ്സാണ് കോഡായിട്ടുണ്ടാകുക. ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നോക്കൂ, ഇവിടെ സ്കൂളിൽ നിന്ന് വന്ന ഒരു ഗൂഗിൾ മീറ്റ് ലിങ്കാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. നമുക്കതിൽ ആ നീല കാണുന്നതാണ് അതിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ലിങ്ക് കോപ്പീഡ് എന്ന് കാണും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു മാർഗം, ഈ ലിങ്കിൻ്റെ meet.google.com എന്നിട്ട് സ്ലാഷ് കഴിഞ്ഞതിന് ശേഷം കാണുന്ന അവസാനത്തെ 10 ലെറ്റേഴ്സും അതിൻ്റെ ഇടയിലുള്ള ആ ഹൈഫണും അത് നമ്മൾ അവിടെ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നോക്കൂ, ഇവിടെ POW-JCDC-PPJ ഇത് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. നമുക്ക് നമ്മുടെ ഗൂഗിൾ മീറ്റ് ആപ്ലിക്കേഷനിലേക്ക് പോകാം. ഇവിടെ ഞാൻ ആ കോപ്പി ചെയ്ത ലിങ്ക്, ആ ഭാഗം ഞാനിവിടെ പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നോക്കൂ, അതിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മുകളിൽ ജോയിൻ എന്ന് കാണുന്ന അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് നമ്മൾ പോകുക. ഇവിടെ ഇപ്പോൾ നോക്കൂ, ഇവിടെ നമുക്ക് ക്യാമറയും അതുപോലെ മൈക്കും ഒക്കെ ഓൺ ആയിട്ടാണ് കാണുന്നത്. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ അത് ഓഫ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അതിന് മുകളിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ മൈക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയും ഓഫായിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് മാത്രം, നമുക്ക് ഇൻട്രാക്ട് ചെയ്യേണ്ട സമയത്ത് മാത്രം നമുക്കത് ഓൺ ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ വോയിസ് ഓൺ ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ വീഡിയോ ഓൺ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് രണ്ടും ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളോട് ചെയ്യേണ്ടത് ആസ്ക് ടു ജോയിൻ എന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആസ്ക് ടു ജോയിൻ എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയം നമുക്ക് ഇങ്ങനെയാണ് കാണിക്കുക. നോക്കൂ,
ഇതിൻ്റെ അടിയിൽ വന്നിട്ടുണ്ടൊരു മെസ്സേജ്, യു വിൽ ജോയിൻ ദ മീറ്റിംഗ് വെൻ സംവൺ ലെറ്റ്സ് യു ഇൻ. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഓർഗനൈസർ ആരാണോ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് അവർ നമ്മുടെ അലോ ചെയ്താലേ നമുക്ക് ഇത് ആക്റ്റീവ് ആവുകയുള്ളൂ. അപ്പോൾ നമുക്കതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ അഡ്മിൻ ആഡ് ആക്കിയിട്ടുണ്ട്. നമ്മളിവിടെ ഇപ്പോൾ പാർട്ടിസിപ്പൻസിനെ കാണാൻ നമ്മൾ ജോയിൻ്റ് ആയിട്ടുണ്ട്. കൂടെ തന്നെ മുമ്പേ ജോയിൻ ചെയ്ത പാർട്ടിസിപ്പൻസിനെ നമുക്കിവിടെ കാണാനും സാധിക്കും. ഇതിൻ്റെ താഴെ കാണുന്ന നേരത്തെ സൂചിപ്പിച്ച ഐക്കണുകൾ, അതായത് നമുക്ക് ഇതിൽ നിന്ന് ലെഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ആ റെഡ് കളറിലുള്ള ബട്ടൺ കാണുന്നത്. അതുപോലെ തന്നെ വീഡിയോ, അതുപോലെ മൈക്ക് നമുക്ക് സംസാരിക്കാനുള്ളത്. ഇപ്പോൾ നമുക്ക് സംസാരിക്കണമെങ്കിൽ നമ്മൾ മൈക്കിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് അത് ഓൺ ചെയ്ത് സംസാരിക്കാം. മറ്റുള്ളവർ സംസാരിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും മൈക്ക് ഓഫ് ചെയ്ത് തന്നെ വെക്കാൻ ശ്രമിക്കണം. നിലവിൽ സംസാരിക്കുന്ന ആളുകളാണ് ആ നീല കളറിൽ കാണുന്നത്. മൈക്ക് ഓൺ ചെയ്തവരുതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയാണ് മറ്റുള്ളവർക്ക് ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ പോലും മൈക്ക് ഓണാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുക. നോക്കൂ, മറ്റുള്ള പാർട്ടിസിപ്പൻസ് എല്ലാം ഇപ്പോൾ മൈക്ക് ഓഫ് ചെയ്തിട്ടാണുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയാണ് ഗൂഗിൾ മീറ്റിൽ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് എന്ന് വിശ്വസിക്കുന്നു. ഇത് മറ്റുള്ള ആളുകളുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.